ഇതത്ര പുതിയ കഥയൊന്നുമല്ല. പല ആവർത്തി പല തരത്തിൽ പലരും പറയാൻ ശ്രമിച്ച മനുഷ്യനോളം തന്നെ പഴക്കമുള്ള ഒരു പഴയ കഥ. എടാ ചെറുക്കാ, നീ ആ പല്ലൊന്ന് വേഗം തിരിച്ചു പോയി പാല് മേടിച്ചോണ്ട് വന്നേ. ഇന്നമ്മ പാല് വാങ്ങിക്കാൻ ചേച്ചിയല്ലേ പറഞ്ഞയാള് പോയച്ചാ മതി. എന്താ രാവിലെ രണ്ടുപേരും കൂടെ ഒരു കശപിശ? ആണ്ടപ്പോ നിന്റെ വലുതാപ്പിടുന്നൊരു ഉത്സാഹമൊന്നും ഇല്ലല്ലോ. ഇന്ന് വള്ളക്കടമൊന്നും ഇല്ലേ? ഓ ഇന്ന് ശനിയാഴ്ചല്ലേ, ഇന്ന് പോകണ്ട. ആണ്ടപ്പോ നിന്റെ അപ്പനും നേരത്തെ പണിക്ക് പോയോ? ട്രേസ്യാമ്മ പള്ളിയിൽ പോയിട്ട് വന്നും കാണത്തില്ല. അതാ രണ്ടുപേരും കൂടി കശപിശ. മോന്റെ കാര്യം ചെയ്യേ, പല്ല് തേച്ചാ പാല് മേടിച്ചാൽ കൊടുക്കേ. ആൻ്റെപ്പാ പോയി പാല് മേടിച്ചോണ്ട് വാ. ഇന്ന് ചേച്ചിയോടല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്, ചേച്ചി അങ്ങ് വാങ്ങിച്ചാ മതി. ആൻ്റെപ്പാ ഞാൻ കണ്ടു. എന്ത്? അമ്മയെ ആറ്റുനോറ്റ് വളർത്തുന്ന നമ്മുടെ കോഴിക്കുഞ്ഞില്ലേ, അതെങ്ങനെയാ ആൻ്റെപ്പാ ചത്തേ? അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയാലോ. ഞാൻ പാല് വാങ്ങിച്ചോണ്ട് വരാം, പക്ഷേ ഞാൻ ആ കോഴിക്കുഞ്ഞൊക്കൊന്നും അമ്മ അറിയില്ലേ. ഇല്ല, ഞാൻ പറയില്ല. മോൻ വേഗം പോയി പാല് മേടിച്ചോണ്ട് വാ. എടി കൊച്ചറാണി, പാല് വാങ്ങിയോടി? ആ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പുറത്തിറക്കി വിട്ടോ? അവനെന്തിയാ ആൻ്റെ അപ്പൻ? അവനിതുവരെ എഴുന്നേറ്റില്ലേ? അവൻ പാല് വാങ്ങാൻ പോയല്ലോ. ഇന്നത്തെ അവൻ പാല് വാങ്ങാൻ പോയത്? അവൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതാ. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, നീ ആ കടയിൽ പോയി ആ സാധനം ഇങ്ങി വാങ്ങിച്ചോണ്ട് വാ. അമ്മ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആൻ്റെ ഒപ്പം വന്നല്ലോ. എടാ, നിനക്ക് കടയിൽ പോകാൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? നീ ഒന്ന് പോയിട്ട് വാ. ഇല്ല, ഞാനങ്ങ് പോതില്ല. എന്താ വാടി ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു കള്ളത്തരം? ഒന്നുമില്ലമ്മേ, ഞാൻ പൊക്കോളാം. എന്നാ എൻ്റെ മോൻ പോയിട്ട് വാ, അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം. ആഹാ, എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് ഇങ്ങി വന്നോ? അമ്മ കഴിക്കാൻ എടുക്കാം. എടി കൊച്ചറാണി, നീ മാടി. മതി. എടി കൊച്ചറാണി, ഇന്ന് പള്ളിക്കൂടത്തിലൊന്നും പോകണ്ടല്ലോ. നീ കഴിച്ചു കഴിഞ്ഞേ ഈ മുറിയല്ല ഒന്ന് തൂത്തുവാരിയിടും. ഇന്ന് വൈകിട്ട് കൂട്ടായ്മ നമ്മുടെ വീട്ടിലാ. അമ്മേ, എനിക്ക് പഠിക്കാനുണ്ട്. ഇവൻ ചെയ്യും അല്ലേടാ? ഇല്ല, ഞാൻ ചെയ്യത്തില്ല. ആൻ്റെപ്പാ, നിനക്ക് കോഴിയിറച്ചിയാണോ കോഴി മുട്ടയാണോ കൂടുതൽ ഇഷ്ടം? എന്താ വാടി, കുറെ നേരമായല്ലോ ഒരു കള്ളത്തരം. അമ്മേ, എന്നെ വഴക്ക് പറയരുത്. തമാശക്ക് കല്ലെടുത്ത് എന്നതാ. ചാകുമെന്ന് വിചാരിച്ചതേ അല്ല. നമ്മുടെ കോഴിക്കുഞ്ഞ് ചത്തു.
അത് പറയാതിരിക്കാൻ ഈ ചേച്ചി പറഞ്ഞ പണിയൊക്കെയാണ് ചെയ്തത്. നിങ്ങളിങ്ങോട്ട് വന്നേ. നിങ്ങൾ ഈ വെറ്റകളെ കണ്ടോ? ഈ കോഴിക്കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് ജീവനാ. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങളെക്കാൾ വലുതല്ല അമ്മയ്ക്ക് ഇതൊന്നും. ഒരു കയ്യബദ്ധം അതാർക്കും സംഭവിക്കും, അറിഞ്ഞോ അറിയാതെയോ ആയിക്കൊള്ളട്ടെ. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കൊച്ചു സങ്കടം പോലും അമ്മയോടും അപ്പനോടും പറയാതിരിക്കരുത്.